blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ദിവസം പ്രഭാതത്തിലെ തുഷാരഗണങ്ങൾ പോലെ, ഹെവൻസ് ഡ്യൂ, സ്വർഗത്തിലെ തുഷാരഗണങ്ങൾ, മഞ്ഞുകണങ്ങൾ പോലെ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളായി വന്ന് നിറയട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മെസ്സേജിലേക്കും മിറക്കിൾസ് ടുഡേയിലൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കൊരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ഒന്നാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന അനന്യ മോൾക്കായി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനന്യ മോളെ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ ജന്മദിന നന്മകളാലും കർത്താവെ ഈ കുഞ്ഞിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ അനുഗ്രഹങ്ങൾ, ആരോഗ്യം എല്ലാം അവരുടെ മേൽ വന്ന് നിറയട്ടെ. ഗ്രാൻഡ് പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യത്താൽ നിറയ്ക്കുമാറാകണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അനന്യ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഷീബ ജോൺസനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഷീബയ്ക്ക് കർത്താവ് നല്ല ഒരു ജോലി അങ്ങ് നൽകുമാറാകണമേ. 3 പെൺമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചോദിച്ചിട്ടുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ കരമിരുന്ന് അവരെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഷീബ for sponsoring today's episode. May God bless you all. ഈ ആഴ്ചയിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സന്ദേശ പരമ്പര, ഹാൻഡ്ലിങ് ഡെറ്റ്സ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകൾ വന്നാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്ത് പുറത്തു വരാം. ഇന്നലെ നാം കേട്ടതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തുടർച്ചയായി അത് ഒട്ടും തന്നെ മിസ് ചെയ്യാതെ കുറിച്ചെടുക്കുകയും പ്രാർത്ഥനയോടുകൂടെ ചില സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ തുടർച്ച അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ മെസ്സേജ് പോർഷനിലേക്ക് വേഗത്തിൽ പോകാം, പ്രാർത്ഥനയോടെ പോകാം. കർത്താവ് ഒത്തിരി ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Some people go into debts because some others cheated them. മറ്റൊരു കടത്തിലേക്ക് പോകാനുള്ള കാരണം മറ്റുള്ള വ്യക്തികൾ അവരെ സാമ്പത്തികമായി ചതിച്ചത് നിമിത്തം അവർ കടത്തിലേക്ക് പോകാറുണ്ട്. Some may be sitting here like that. അങ്ങനെയുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ടാവും. But God can save you from that also. എന്നാൽ ദൈവത്തിന് അതിൽ നിന്ന് കൂടെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. Another reason is addictions. മറ്റൊരു കടത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അഡിക്ഷൻസ് ആണ്. Alcoholism, മദ്യപാനം, drugs. മയക്കുമരുന്ന് ഉപയോഗിക്കുക. If some people get into drugs,
they will demand everything. They will steal or they will sell or somehow they want to make money so that they can have the next dose. ആ മയക്കുമരുന്നിനൊക്കെ അടിമയായി തീർന്നിരിക്കുന്ന ആളുകൾ അവര് വീട്ടിലുള്ള സാധനങ്ങൾ വിറ്റോ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലൊക്കെ മോഷ്ടിച്ചു എടുത്തൊക്കെ അവർ പണം എടുത്ത് വിറ്റ് കാശ് മേടിച്ച് അവർ മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. Some people play cards and lose a lot of money. ഒത്തിരി ആളുകളും ചീട്ട് കളിച്ച് അവരുടെ പണം നഷ്ടപ്പെടുത്താറുണ്ട്. Some people go into gambling. ചിലർ ചൂതാട്ടത്തിന് വേണ്ടി പോയി അവരുടെ പണം കളയാറുണ്ട്. And so many people waste their money through addictions and these type of gamblings etc. ഇതുപോലെയുള്ള ദുശീലങ്ങൾ നിമിത്തം ഒത്തിരി ആളുകൾ അവരുടെ പണം നഷ്ടപ്പെടുത്താറുണ്ട്. Another reason is laziness. മറ്റുള്ള ഒരു കടത്തിലേക്ക് പോകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മടിയാണ്. That's why people go into debts. അതുകൊണ്ടാണ് ആളുകൾ കടത്തിലേക്ക് പോകുന്നത്. There is a curse on all lazy people. മടിയുള്ള ആളുകളുടെ മേൽ ഒരു ശാപമുണ്ട്. All housewives listen to me. എല്ലാ വീട്ട് അമ്മമാര് എന്നെ ശ്രദ്ധിക്കുക. When you cook, നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ cook very smart. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ സ്മാർട്ട് ആയിട്ട് കുക്ക് ചെയ്യുക. Everything very smart. എല്ലാം വളരെ വേഗത്തിൽ സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഒന്ന് കിട്ടിയും പോയി പിള്ളേരുമായി വെക്കാതിരിക്കാൻ പറ്റും വെച്ചേക്കാൻ കഞ്ഞി കിടക്കുന്നു. Never cook in that attitude. അങ്ങനെ ഒരു മനോഭാവത്തോടെ നിങ്ങൾ ഒരിക്കലും കുക്ക് ചെയ്യരുത്. As a mother, as a wife, it's my joy, it's my pleasure to cook for this family. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനൊരു അമ്മ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു അവകാശമാണ്, ദൈവം തന്നിരിക്കുന്ന ദാനമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യണം. All ladies say amen. എത്ര സഹോദരിമാർ ആമേൻ പറയും? All gents shout hallelujah. എല്ലാ സഹോദരന്മാരും ഹല്ലേലൂയ പറയാമോ? Praise God. Hallelujah. Everything what we do, we should do with all our might. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മുടെ പൂർണ്ണ ശക്തിയോടുകൂടി നമ്മൾ ചെയ്യണം. That's what King Solomon says, the wisest man. Everything that you do under the sun, do it with all your might. അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് പറഞ്ഞത്, ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ ചെയ്യുന്നത് ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം അവന്റെ പൂർണ്ണ ബലത്തോടുകൂടി ചെയ്യുകയാണ്. Hallelujah. Hallelujah. Be smart children of God. നമ്മൾ ദൈവത്തിന്റെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ചുണക്കുട്ടികളായ മക്കളായി മാറുക. Hallelujah. Hallelujah. Another reason is some people they just run ahead of God. മറ്റൊരു കടത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ദൈവത്തിന് മുൻപേ ഓടുന്നവരാണ്. They are not ready to wait. അവർ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. They want everything now. അവർക്ക് സാധനങ്ങൾ അപ്പോൾ തന്നെ വേണം. See, God has planned to give you a very beautiful car in 2018. ദൈവം നിങ്ങൾക്ക് 2018 ഒരു വളരെ നല്ല മനോഹരമായ കാർ നൽകാനാണ് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. Everything God has planned and made ready. ദൈവം എല്ലാം അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. No, 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 no. I want it now. എന്നാൽ നിങ്ങൾ പറയുകയാണ് അതെനിക്ക് ഇപ്പോൾ വേണം. Whether I have money or not, I want a car now. എനിക്ക് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഇപ്പോൾ തന്നെ ഒരു കാർ വേണം. So I go after all the bank and all the people and I sell this or somehow I make money and the next Sunday I share a testimony. God gave me a beautiful car. Praise the Lord. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ബാങ്കുകാരുടെ പുറകെ പോവും, പലിശക്കാരുടെ പുറകെ പോവും. അങ്ങനെ പോയി പൈസയൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് ആ പൈസ കടമൊക്കെ മേടിച്ച് കാർ മേടിച്ചിട്ട് അടുത്ത ഞായറാഴ്ച ഇവിടെ വന്നിട്ട് പറയും പ്രൈസ് ദി ലോർഡ്, കർത്താവ് എനിക്കൊരു കാർ തന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. I call it the Ishmael blessing. ഞാൻ അതിനെ വിളിക്കുന്നത് ഇശ്മായേൽ അനുഗ്രഹം എന്നാണ്. Do you know the story? നിങ്ങൾക്ക് അതിന്റെ കഥ അറിയാമോ? How many of you know the story? ഇശ്മായേലിന്റെ കഥ അറിയാവുന്ന എത്ര പേരുണ്ട്? Sarah and Abraham, they had no children. And God promised, I'll give you a child. സാറയ്ക്കും അബ്രഹാമിനും കുഞ്ഞില്ലായിരുന്നു. ദൈവം അവർക്ക് വാഗ്ദാനം കൊടുത്തു, ഞാൻ നിങ്ങൾക്ക് മക്കളെ തരുമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു. Beautiful promise. ദൈവം കൊടുത്തിരിക്കുന്ന മനോഹരമായ വാഗ്ദാനമാണ്. When God gives you a promise, He means it. ദൈവം ഒരു വാഗ്ദാനം നൽകുമ്പോൾ ദൈവം അത് തീർച്ചയായും അത് അർത്ഥമാക്കുന്നുണ്ട്. But Sarah was impatient. പക്ഷേ എന്നാൽ സാറയ്ക്ക് അത് കാത്തിരിക്കുവാനുള്ള ഇതില്ലായിരുന്നു. One day Sarah told Abraham, ഒരിക്കലും സാറ അബ്രഹാമിനോട് പറഞ്ഞു, don't tell anyone, go to Hagar and give me children. അടുത്തെന്ന് പറഞ്ഞു, ആരോടും പറയരുത്, ഹാഗാറിന്റെ അടുത്ത് എന്ന് എനിക്കൊരു കുഞ്ഞിനെ തരിക. And Ishmael was born. അങ്ങനെയാണ് ഇശ്മായേൽ ഉണ്ടായത്. From the day one,
there was problem in the family. ഒന്നാമത്തെ ദിവസം മുതൽ ആ കുടുംബത്തിൽ പ്രശ്നം തുടങ്ങുവാൻ തുടങ്ങി. 21st century today, still we have the problem. ഇന്ന് 21ാമത്തെ നൂറ്റാണ്ടിൽ ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് We കാണാൻ still have the problem. ആ പ്രശ്നം ഇപ്പോഴും നമുക്ക് കാണുവാൻ പറ്റും. This is my advice to all. Never give birth to an Ishmael in your family. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും ഇശ്മായേലിന് നിങ്ങൾ ജന്മം കൊടുക്കരുത്. Wait for the Isaac to come. നിങ്ങൾ ഇസഹാക്ക് വരുന്നതിന് വേണ്ടി, വന്ന് വിറക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. When he comes, he will cause everyone to laugh. അവൻ വരുമ്പോൾ എല്ലാവരും ചിരിക്കത്തക്ക രീതിയിലായിരിക്കും അവൻ വന്ന് പിറക്കുന്നത്. It is the real blessing from the Lord. അതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. So never run ahead of God. അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപേ ഓടുന്നവരായി നമ്മൾ മാറരുത്. Go with God. ദൈവത്തോട് കൂടെ നടക്കുന്നവരായി നമ്മൾ മാറുക. With God. നമ്മൾ ദൈവത്തോട് കൂടെ ഒരുമിച്ച് നീങ്ങുന്നവരായി മാറുക. Be aligned to his timing. ദൈവത്തിന്റെ സമയവുമായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നവരായി മാറുക. Somebody shout hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Hallelujah. ഹല്ലേലൂയ. And another reason is unwise investments. മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് ബുദ്ധിപരമല്ലാത്ത നിക്ഷേപങ്ങൾ. Years back, one young man came to me, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, and he wanted an advice from me. He asked me, can I invest in share? ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് ഉപദേശിച്ച് ചോദിച്ചു, എനിക്ക് ഷെയർ മാർക്കറ്റിൽ എനിക്ക് നിക്ഷേപിക്കുവാൻ പറ്റുമോ? I said, do you have money? നിങ്ങൾക്ക് പണമുണ്ടോ? I don't have money, but somehow I want to invest in share. I will get a lot of returns. എനിക്ക് എൻ്റെ കൈവശം പണമില്ല, എങ്കിലും എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കി എനിക്ക് ഷെയറിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹമുണ്ട്. I said, no, don't do that. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. Don't do that. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. Do you know what he did? അദ്ദേഹം എന്താ ചെയ്തു? Secretly, without telling me, he borrowed a lot of money and invested in share business. അദ്ദേഹം ചെയ്തത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്നോട് പറയാതെ രഹസ്യമായി അദ്ദേഹം ഒത്തിരി പണം കടമെടുത്ത് ഷെയറിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങി. Next time when I saw him, അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ, he had a bigger debt. He lost all money. അദ്ദേഹത്തിന്റെ അടുത്ത പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പണം എല്ലാം നഷ്ടപ്പെട്ടു. ഹലോ നെവർ ഇൻവെസ്റ്റ് ഇൻ എനി ബിസിനസ് വിതൗട്ട് വൈസ് കൗൺസിൽ ഫ്രം ഫൈനാൻഷ്യൽ എക്സ്പെർട്സ്. നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ഉപദേശം നൽകുന്ന എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ ഉപദേശപ്രകാരമല്ലാതെ നിങ്ങൾ ഒത്തിരി പണം നിങ്ങൾ അത് നിക്ഷേപിക്കരുത്. Many people, you will have the similar testimonies. ഇവിടെ ഇരിക്കുന്ന പലർക്കും അതുപോലത്തെ സാക്ഷ്യങ്ങൾ പറയാനുണ്ടാവും. Without thinking this or that, without consulting with anyone, hastily you did something and you were in danger. ആരോടും ചോദിക്കാതെ വെറുതെ എടുത്ത് ചാടിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ പണം നിക്ഷേപിച്ച് നിങ്ങളുടെ പൈസ നഷ്ടമായിട്ടുണ്ടാവാം. Hello. Never repeat it. അത് ചെയ്ത് ഇനി മേലാൽ അത് That's a great lesson to you. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയ ഒരു വലിയ പാഠമാണ്. Another reason is business breakdown. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബിസിനസ്സിലെ തകർച്ചകളാണ്. Sometimes you are doing very well, but the rubber price is coming down, everything collapse. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് റബ്ബറിന്റെ പ്രൈസ് താന്നു, അങ്ങനെ നിങ്ങൾക്ക് എല്ലാം നഷ്ടമായി. It can happen in agriculture. അത് കൃഷി വ്യവസായത്തിൽ അത് വരാറുണ്ട്. The product price is coming down in your business. നിങ്ങളുടെ ബിസിനസ്സിൽ പ്രൊഡക്റ്റിന്റെ വസ്തുവിന്റെ പൈസ അത് കുറയുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. I just gave you some common reasons why people go into debts. ഞാൻ സാധാരണമായി പൊതുവെ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് സാധാരണ ജനം കടത്തിലേക്ക് പോകുന്നത് നിങ്ങളെ കാണിച്ചത്. If you are always in the habit of borrowing from people, it can become a bad habit and it can become addictive. നിങ്ങൾ കടം മേടിക്കുന്ന ഒരു ശീലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ദുശീലമായി, ഒരു അഡിക്ഷൻ പോലെ വീണ്ടും കടം മേടിച്ചു കൂട്ടുവാൻ ഒരു പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. It can become like an addiction. ഇത് സാധാരണമായ ഒരു ദുശീലം പോലെ, മദ്യപാനം പോലെ, പുകവലിക്കുന്നത് പോലെ ഒരു അഡിക്ഷനായി അത് മാറാറുണ്ട്. Look at me please. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും എല്ലാവരും ശ്രദ്ധിച്ചാലും, some people, they are in the rolling business. Their life is rolling. പലരുടെയും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ റോളിംഗ് ബിസിനസ് ആണ്. അവരുടെ ജീവിതം നിൽക്കുന്നത് പണം അവിടുന്ന് മേടിച്ച് ഇങ്ങനെ റോൾ ചെയ്താണ് അവർ ജീവിക്കുന്നത്. They borrow money from this person and pay this loan.
അവർ ഈ ആളിൽ നിന്ന് കടം മേടിച്ചിട്ട് ആ ബാങ്കിലെ കടം അവരടയ്ക്കും. Then take a bigger loan and give this money. എന്നിട്ട് അതിനേക്കാൾ വലിയൊരു ലോൺ എടുത്തിട്ട് ഈ വ്യക്തിക്കുള്ള പണം Then കൊടുക്കും. that person is calling me. അന്നേരം ഈ വ്യക്തി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. So I took a loan from here and paid that money. ഞാൻ ഇവിടുന്ന് കുറച്ച് ലോൺ എടുത്തിട്ട് ഈ വ്യക്തിക്ക് ഞാൻ കൊടുക്കും. So their life is always rolling. അവരുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ പൈസ ഇങ്ങനെ മാറി റോൾ ചെയ്ത് Take a decision today. I'm going to break the pattern. ഇന്ന് നിങ്ങൾ ഒരു ഹൃദയത്തിന്റെ അകത്ത് ഉറച്ചൊരു തീരുമാനം എടുക്കുക. അങ്ങനെയുള്ള ശീലങ്ങൾ ഞാൻ ഇപ്പോൾ നിർത്താൻ പോകുകയാണ്. I will receive from the Lord and I will enjoy. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അത് ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. If he is not giving me, I will not enjoy. ഞാൻ ദൈവം എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ അത് അനുഭവിക്കുന്നില്ല. But 1 Timothy chapter 6 and verse number 17 says he will give you everything for your enjoyment. 1 തിമോഥെയോസ് 6:17 പറയുന്ന ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആസ്വദിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് നൽകും. Hello. If you are such a holy roller, come out. നിങ്ങൾ അങ്ങനെ പണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം മാറി അവിടുന്ന് കടം മേടിച്ച് ഇങ്ങനെ ചെയ്യുന്ന വിശുദ്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ നിർത്തുക. Maybe you have seen only that pattern in your family. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ അങ്ങനെ ഒരു ശീലമായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. But here I am to tell you that there is a better life. ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഒരു ജീവിതം മാത്രമല്ല, യേശുവിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം ജീവിച്ചു തീർക്കുവാൻ കർത്താവ് വെച്ചിട്ടുണ്ട്. Hallelujah. I request all of you to run away from get rich quick schemes. ഞാൻ നിങ്ങളോട് എല്ലാവരും ഉപദേശിക്കുകയാണ്, വളരെ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ബിസിനസ്സിൽ നിന്ന് സ്കീമുകളിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുക. അത് നിങ്ങൾ ചെയ്യരുത്. ജപ്പാൻ ബേർഡ്സ്, ജപ്പാൻ ബെട്ട് വരുന്നു. ജപ്പാൻ കിടക്ക 6 lakh rupees only. But if you sell it, you will get 1 lakh. 6 ലക്ഷം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും. സ്പെഷ്യൽ മാജിക്കൽ ബെറ്റ്. അത് വളരെ മനോഹരമായ മാന്ത്രികമായ ഒരു കിടക്കയാണ്. If you just lie down on it, even if it is blood cancer or bone marrow cancer, whatever cancer, it will leave you. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരിക്കാം, എന്ത് രോഗമായിരിക്കാം, ബ്ലഡ് ക്യാൻസറോ അസ്ഥിയുടെ ക്യാൻസറോ എന്താണെങ്കിലും അതിൽ നിങ്ങൾ കിടന്നാൽ മാത്രം മതി, നിങ്ങളുടെ രോഗം മാറും. Here comes another SMS. അടുത്തൊരു SMS ഇവിടെ വരികയാണ്. You have won 6 million euros in a lottery. പറയാണ് നിങ്ങൾക്ക് യൂറോയിലൂടെ 6 million rupees ലഭിച്ചിരിക്കുകയാണ്. 6 million euros, my God. 6 million 6 ദശലക്ഷം യൂറോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. But if you want that money to get transferred into your account, you have to pay 20,000 rupees now. അത് ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 20,000 രൂപ അവർക്ക് കൊടുക്കണം. And when you have remitted that amount, another phone call will come from UK or from Australia telling you that 20,000 rupees more you have to pay for this tax and this thing. നിങ്ങൾ ആ 20,000 രൂപ അടച്ച് a footnote is a never tell anyone because it's a top secret. നിങ്ങൾ 20,000 രൂപ അടച്ചു കഴിയുമ്പോഴത്തേനും UK യിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു കോൾ വരും, നിങ്ങളുടെ പൈസ ഇത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ടാക്സിന് വേണ്ടി നിങ്ങൾ 20,000 രൂപ കൂടെ അടയ്ക്കുക. When you have paid that, they will demand 30,000 rupees more. അത് നിങ്ങൾ അടച്ചു കഴിയുമ്പോഴത്തേനും 30,000 രൂപ കൂടെ അവർ ചോദിക്കും. Then they will demand only 1,25,000 rupees more. അതും കൂടെ അടച്ചു കഴിയുമ്പോൾ അവർ പറയും 1,20,000 കൂടെ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടും. Then they will exploit all your money and then they will disappear. നിങ്ങളുടെ പണം മുഴുവൻ അവർ അടിച്ചു മാറ്റിയിട്ട് എടുത്തിട്ട് അവർ So many people have had this bitter experience. It is in the newspaper. ഒത്തിരി ആളുകൾക്കും അതുപോലത്തെ ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. If you are getting such SMS or email, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു SMS ഓ ഇമെയിലോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ just delete it in the name of Jesus. അത് ചുമ്മാ യേശുവിന്റെ നാമത്തിൽ അത് ചുമ്മാ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി. And if you are in the email inbox, take your mouse and just delete it. നിങ്ങൾ ഇമെയിലിന്റെ ഇൻബോക്സിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചുമ്മാ മൗസ് എടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി. That's enough. അത് മാത്രം ചെയ്താൽ മതി. But it will tell you a greed in the flesh. You will get money. Do it. ആ ഇമെയിൽ കാണുമ്പോൾ SMS കാണുമ്പോൾ you will be excited. നിങ്ങളുടെ ഉള്ളിൽ പണത്തിന് വേണ്ടി ഒരു ആർത്തി വന്നിട്ട് പണം കൊടുക്ക് എന്നൊരു ദുർമോഹം നിങ്ങളുടെ ഉള്ളിൽ വരും. They are utilizing the greed factor in your
in your flesh. നിങ്ങളുടെ പണത്തോടുള്ള നിങ്ങളുടെ ആർത്തി അത് അവരത് ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. ചൂടാറാത്ത ഇപ്പൊ സാക്ഷ്യമാണ്. നടന്ന സാക്ഷ്യം. അതെ, ഈ സിസ്റ്ററിന്റെ പേര് ശ്രീകല എന്നാണ്. തനിക്ക് 2 വർഷമായി തൈറോയ്ഡ് ഉണ്ടായിരുന്നു. തൈറോയ്ഡ് മുഖാന്തരം തന്റെ അകത്തേക്കായിരുന്നു കഴുത്തിലെ മുഴ, അകത്തേക്കായിരുന്നു. പക്ഷേ ബ്രദർ ഇവിടെ നിന്ന് ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അതായത് തൊണ്ടയ്ക്കകത്ത് മുഴയുള്ള വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞു. ആ സമയത്ത് സംഭവിച്ചത് ഈ സഹോദരൻ 2 കൈയിലൂടെയും തണുപ്പ് ശരീരത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാരണം ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് ശരീരത്തിലേക്ക് കാരണം നിൽക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രസൻസ് അസിസ്റ്റന്റ് ശരീരത്തുണ്ട്. ആ സമയത്ത് വേദനയും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ ആ വേദനയും മാറി. തനിക്കിപ്പോൾ ഞാൻ ചോദിച്ചു അകത്തേക്ക് ആ മുഴ തള്ളി നിങ്ങൾ ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എൻ്റെ വേദനയും മാറി, ആ മുഴ അവിടെ ഇല്ലെന്ന് പറഞ്ഞാണ്. സ്കാൻ ചെയ്യാൻ പോകാൻ നിൽക്കുന്ന സഹോദരിയായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കിയ സാക്ഷ്യമാണ് ഈ നിൽക്കുന്ന ശ്രീകല എന്ന് പറയുന്ന ഈ മകൾ. എന്താണ് ഉണ്ടായ അനുഭവം? ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കറണ്ട് അടിക്കുന്ന എനിക്ക് തോന്നി. ഈ കയ്യിൽ കറണ്ട് അടിക്കുന്നത് പോലെ കൈ മേലോട്ട് പൊങ്ങി എൻ്റെ യേശു എന്ന് വിളിച്ചു ഉറക്കുന്നു. അപ്പൊ ഞാൻ എന്ന് സൂര്യയില് രാവിലെ 7 മണിക്ക് ബ്രദർ കാണാറുണ്ട്. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോവാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ അനുഭവം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. ഈ കയ്യിൽ ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നി, കയ്യില് കറണ്ട് കയറുന്ന എനിക്ക് തോന്നി. കൈ മേലോട്ട് പൊങ്ങി എൻ്റെ യേശു എന്ന് വിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ തന്നെ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഒരു ശരീരത്തിലൂടെ എന്തോ പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ ഈ സഹോദരിയെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിട്ട് ഇപ്പോഴും ശരീരത്തിലൂടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കും. അകത്ത് ഇവിടെ എന്താണ് അനുഭവിച്ചത്? അകത്ത് തൊണ്ടയിൽ വേദന ഉണ്ട്. എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ 2 വർഷമായിട്ട് ആഹാരം ഇറക്കാൻ പറ്റത്തില്ല. അപ്പോഴും എപ്പോഴും ബ്രദർ പറയും ആഹാരം ഇറക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഉണ്ടായത് ഇവിടെ എന്താ ഫീൽ ചെയ്തത്? വേദന കുറവുണ്ട്. ഇങ്ങനെ എനിക്ക് ഒരു തണുപ്പ് പോലെയാണ് ഇവിടെ ശരീരത്തിൽ അനുഭവിച്ചു. മൊത്തം തണുപ്പ് വിറയ്ക്കുവാ. എനിക്ക് ഒത്തിരി നാളുണ്ട് ബ്രദറിന്റെ പ്രാർത്ഥന കണ്ടിട്ട് ഞാൻ ഇന്ന് ഓഫീസിൽ പോയി. കൈ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ ശരീരത്തിൽ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നന്ദി പറയുന്നു. ഈ ശരീരം മുഴുവൻ സൗഖ്യമായതിനായി നന്ദി പറയും. ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ഇവളിലേക്ക് ഇറങ്ങുന്നതിനായി നന്ദി പറയും. And I command every kind of spirit, every kind of disease, leave her in the mighty name of Jesus. കൈകൾ ഈ രണ്ടും ഈ ശരീരത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സഹോദരിക്കായി പ്രാർത്ഥിച്ച്. In the name of Jesus, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരം മുഴുവൻ സൗഖ്യമാകട്ടെ. In the name of Jesus, സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ ഇവളിൽ കർത്താവെ നീ നൽകിയതിനായി നന്ദി പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ദൈവശക്തി ഇറങ്ങി ഈ ശരീരത്തിൽ വിടുതൽ പൂർത്തിയാക്കിയതിനായി നന്ദി പറയും. വി വർഷിപ്പ് യു ഫാദർ, വർഷിപ്പ് യു ഫാദർ, ഇൻ ജീസസ് നെയിം, ആമേൻ. ഹല്ലേലൂയ. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ക്ഷമയും ഞാനും ഡാലസിൽ ശുശ്രൂഷിക്കുകയാണ്. അതിൻ്റെ മീറ്റിങ്ങിൻ്റെ വിവരങ്ങൾ സ്ക്രീനിൽ നിന്ന് എടുത്ത് വരണം. ഹ്യൂസ്റ്റണിൽ നിന്നുള്ളവർക്കും ഓസ്റ്റിൽ നിന്നുള്ളവർക്കും ഒക്ലഹോമയിൽ നിന്നുള്ളവർക്കും അതുപോലെ അയൽ സിറ്റികളിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നുള്ളവർക്കൊക്കെ വന്നു ചേരാൻ കഴിയും. ലെറ്റ്സ് കം ടുഗെദർ ടു വർഷിപ്പ് ദ ലോർഡ് ആൻഡ് റിസീവ് ഫ്രം ഹിം. കർത്താവിൽ നിന്നുള്ള പ്രാപിക്കാനായി വരണം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ ബുക്സ്, നാളുകളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബുക്സ്, CDs ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വരണം. വ്യക്തിപരമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകാൻ പോകുകയാണ്. ഐ നോ ദാറ്റ് എ ഹീലിംഗ് റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം ദ ഹാർട്ട് ഓഫ് ജീസസ്. റോമൻ പടയാളി യേശുവിൻ്റെ വിലാപ്പുറം കുത്തി തുളച്ചപ്പോൾ രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. ഞാൻ വിശ്വസിക്കുന്നു ആ ഒഴുകുന്ന ജീവജലത്തിൻ്റെ നദി, രക്തത്തിൻ്റെ നദി നമ്മളെ സൗഖ്യമാക്കാൻ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. മസ്തിഷ്ക ആഘാതം, സ്ട്രോക്ക് വന്ന ചില വ്യക്തികളെ ഒരു വശം തളർന്നു പോവുകയോ വടി പിടിച്ച് നടക്കുകയോ
അല്ലെങ്കിൽ വാക്കർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. ആമാശയത്തിനകത്തുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൂക്കിൻ്റെ അകത്ത് ദശ വളരുന്ന ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാരിയെല്ലുകളിൽ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന. ഡയഫ്രം സൗഖ്യമാകട്ടെ. അന്നനാളം സൗഖ്യമാകട്ടെ. ക്യാൻസർ, എല്ലാവിധ ക്യാൻസറുകളും രക്തത്തിലുള്ള ഘടകങ്ങളിലെ പ്രയാസങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിടുതലുകൾ എല്ലാ വ്യക്തികളിലേക്കും പ്രവേശിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഒരു കുഴൽ അകത്തേക്ക് കടത്തി അതിലൂടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിലൂടെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചില വ്യക്തികൾ അതിൻ്റെ മസിൽ കോർഡിനേഷൻ ശരിയാകാതിരിക്കുകയോ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മൂലം അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലുകൾക്കായി ഇപ്പോൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് ജനത്തെ തൊട്ടതിനാൽ, അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെയും മറ്റന്നാളും പുതിയ മറ്റു ചില സന്ദേശങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും പ്രോഗ്രാം കാണാൻ മറക്കരുത്. വെള്ളി, ശനി, ഞായർ ഡാളസ് മീറ്റിംഗ്സ് മറക്കരുത്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സീ യു ടുമോറോ. ബൈ. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.